ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ അമ്മമാരുടെ എല്ലാം ഒരു കൺസേൺ ആണല്ലേ, നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം നമുക്ക് തുടങ്ങാം. 1.5 ഗ്ലാസ് പച്ചരിയിലേക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും 1 സ്പൂൺ ഉലുവയും ഇട്ട് നന്നായി കഴുകിയതിന് ശേഷം മിനിമം 4 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റേഷന് വെക്കുക. ഞാനൊരു ഓവർനൈറ്റ് ഒന്നും വെക്കാറില്ല, കാരണം എനിക്ക് അങ്ങനെ ഉണ്ടാക്കണ ഇഡ്ഡലിക്ക് ഭയങ്കര പുളിപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ 4 മണിക്കൂർ മാത്രമേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറുള്ളൂ. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നന്നായി കഴുകി അതിലേക്ക് വേവിച്ച ചോറ്, ഞാനൊരു 1.5 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. വേവിച്ച ചോറും ചേർത്ത് നന്നായി അരച്ച് നമ്മളൊരു പാത്രത്തിൽ വെച്ച് 8 മണിക്കൂർ ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കണം. ഈ 8 മണിക്കൂർ ഫെർമെൻറ്റേഷൻ വെക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇനി തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് വെച്ചാലും ഫെർമെൻറ്റേഷൻ ഈസി ആയിട്ട് നടക്കും. ഇനി ഞാൻ ഇത് അരയ്ക്കുമ്പോൾ തന്നെയാണ് ഉപ്പ് ചേർക്കുന്നത്, ഫെർമെൻറ്റേഷൻ ചെയ്തതിന് ശേഷമല്ല. ഈ പാത്രത്തിന് അടപ്പില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റേഷനായിട്ട് വെക്കാം. നോർമലി ഞാൻ 5 മണിക്ക് കുഞ്ഞുങ്ങളെ വിടാനായിട്ട് എഴുന്നേക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ അരി വെള്ളത്തിലിടുന്നത്. അപ്പോൾ എനിക്കൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അരച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ കിടക്കണേക്ക് മുമ്പ് ഫെർമെൻറ്റേഷൻ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം, എൻ്റെ ഇഡ്ഡലി പാത്രത്തിന് 2 തട്ടായിട്ടാണുള്ളത്. അപ്പോൾ അത് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നെയ്യ് പുരട്ടി. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മാവ് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ട്. ഇനി അത് നോക്കി നല്ല തിക്കായിട്ടുള്ള ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. ഒരു കുറച്ച് വെള്ളമോടെ ചേർത്ത് കഴിഞ്ഞാൽ ദോശയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഇഡ്ഡലി മാവിലേക്ക് തന്നെ കുറച്ച് വെള്ളമോടെ ചേർത്ത് ഇളക്കിയാൽ നല്ല അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ഇതേ കൺസിസ്റ്റൻസി തന്നെ മതി മസാല ദോശയ്ക്കാണെങ്കിൽ. വെള്ളം ചേർത്തു ഓർത്തുകൊണ്ട് ദോശ കല്ലിച്ചു പോകുന്നു സംഭവിക്കില്ല. ഇപ്പം നമ്മുടെ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ച് ഇഡ്ഡലി തട്ടുകൾ ഓരോന്നായിട്ട് എടുത്തു വെച്ചു. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് ആകുമ്പോഴേക്കും ഇഡ്ഡലി നന്നായിട്ട് വേവും. നിങ്ങൾക്ക് കാണാം, നല്ല പൂ പോലുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഞാൻ ഈ ഇഡ്ഡലി തട്ട് പുറത്തിറക്കി വെച്ച് ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോഴേക്കും അവരുടെ ടിഫിൻ ബോക്സിലേക്ക് മാറ്റും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ, ഇഞ്ചി, ചുമന്നുള്ളി, മുളക് പൊടി, അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് കാഷ്യൂനട്ടും ചേർക്കും കേട്ടോ. അപ്പോൾ ആ ചമ്മന്തിക്ക് ഒരു കൊഴുപ്പും ഫീൽ ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഞാൻ ചമ്മന്തി വീണ്ടും തിളപ്പിക്കാറില്ല, എനിക്ക് ചമ്മന്തി തിളപ്പിക്കാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വളരെ കുറച്ച് എമൗണ്ട് ആട്ടോ. കടുക് ഇട്ടു, ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇടാം. വറ്റൽമുളക് ഞാൻ ഇടുന്നില്ല, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതായതുകൊണ്ട്. വറ്റൽമുളകും ഇട്ടാൽ നല്ലതാണ്. വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് നമ്മൾ ഈ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ചമ്മന്തി പകർത്തി ഒഴിക്കും. ഈ അരച്ചത് ചേർത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. വീണ്ടും ഞാൻ തിളപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ എയർ ഫ്രയറിൽ കുറച്ച് നഗ്ഗറ്റ്സ് വറക്കാനായിട്ട് വെച്ചു. വളരെ ഈസിയാണ്, എണ്ണ ഒഴിക്കുന്നില്ല. അപ്പം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത്. അപ്പം നഗ്ഗറ്റ്സിൽ ഓൾറെഡി ഉള്ള എണ്ണ പോലും അതിൻ്റെ താഴത്തെ തട്ടിൽ വന്ന് കിടക്കും. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് എയർ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോഴേക്കും നഗ്ഗറ്റ്സ് പാകത്തിന് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാനുള്ള എല്ലാം നമുക്ക് റെഡി ആയി കഴിഞ്ഞു. ചമ്മന്തി, ഇഡ്ഡലി, നഗ്ഗറ്റ്സ്. ഇനി അതിൻ്റെ കൂടെ ഒരു സെക്കൻഡ് ബ്രേക്ക് ഉണ്ട്. അതിനായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് പ്ലംസും നട്ട്സും ആണ്. അതും റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞുങ്ങളും റെഡിയായി. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കഴിച്ച് അവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.